മോട്ടോർ വാഹന വകുപ്പിനെതിരെ പരാതിയുമായി ഇടുക്കി മൂന്നാറിലെ ഒരു വിഭാഗം ടാക്സി ഡ്രൈവർമാർ അന്യായമായി പരിശോധന നടത്തി ഉപദ്രവിക്കുന്നുവെന്നാണ് ഡ്രൈവർമാരുടെ ആരോപണം. എന്നാൽ കൃത്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം. മൂന്നാർ മേഖലയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന പരിശോധന തുടരുന്നുണ്ട്. ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നേരെ ടാക്സി തൊഴിലാളികൾ കരിങ്കൊടി പ്രതിഷേധം നടത്തുകയും പിന്നീട് മൂന്നാറിൽ കർശന പരിശോധനയ്ക്ക് ഗതാഗത വകുപ്പ് മന്ത്രി ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന തുടരുന്നതിനിടയിലാണ് മൂന്നാറിൽ ടാക്സി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികൾ മോട്ടോർ വാഹന വകുപ്പിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അന്യായമായി പരിശോധന നടത്തി തങ്ങളെ ഉപദ്രവിക്കുന്നുവെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. തങ്ങളുടെ വാഹനങ്ങൾ മാത്രം തിരഞ്ഞുപിടിച്ച് പരിശോധന നടത്തുന്നുവെന്നും തുടർച്ചയായി ഫൈനടിച്ച് ജീവിതം വഴിമുട്ടിക്കുന്നുവെന്നും തൊഴിലാളികൾ പരാതി ഉന്നയിക്കുന്നു. நேற்று மத்தியானம் வரும்போது 9 டிக்கெட் எங்கேருந்து வரீங்கன்னு கேட்டாங்க. தேவலை எஸ்டேட்லேருந்து வரேன். அங்கேருந்து பஸ் இருக்காங்க, பஸ் இல்லை. அப்போ நீ லாக்காடு மெயின் ரோட்டில் இறக்கி விடணும், இங்கிட்டு ஓட்டக்கூடாது. 9 பேருக்கு ஃபைன். அது இன்றைக்கி வந்துடுச்சு. இப்போ காலையில் 3 பேர் தான் ஏற்றிட்டு வந்து ஆர்டிஓ நிப்பாட்டு இடத்துல 2 பிள்ளைங்க கடைக்கு வேலைக்கு போகிறவங்க வண்டியில் ஏறிட்டாங்க. அப்போ நீ டெய்லி டிக்கெட் அடிக்க அந்த ரூட்டில் ഇപ്പോൾ ഇതുവരെ ഫൈൻ വരില്ല. അതുക്കപ്പുറം തന്നെ വന്നു പാതി വിട്ടു. ഞങ്ങൾ ആർക്കും എതിരല്ല, ഇവിടെ ടൂറിസത്തിന് എതിരല്ല, ഒന്നിനും എതിരല്ല. പക്ഷേ ഇവിടെ ഒരു ഡബിൾ ഡെക്കർ ബസ് കൊണ്ടുവന്നിട്ടു. ഈ ബസ് ഇവിടെ ഒരു അപകടത്തിൽപ്പെട്ടാൽ ഇതിന് ആര് സമാധാനം പറയും? ഞങ്ങളെ പോലെയുള്ള തോട്ടം തൊഴിലാളികളുടെ മക്കൾ പട്ടിണിയായി പോകും. തേക്കടിയിൽ ബോട്ടപകടം നടന്നു, തേക്കടി ഇല്ലായ്മയായിപ്പോയി എന്ന് പറഞ്ഞ പോലെ മൂന്നാർ ഇല്ലായ്മയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം ആരാണോ അവരുടെ മുഖം അഴിച്ചു കാട്ടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഈ ഹരാസ്മെന്റ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നാൽ വകുപ്പിന് ലഭിച്ച ചില പരാതികളുടെയും കൃത്യമായ നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം. ആൾക്കാർക്ക് ഇൻഡിവിജ്വൽ ഫെയർ വാങ്ങി സർവീസ് നടത്തുന്നുള്ള പരാതിയുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യാനുള്ള പ്രത്യേക ഡയറക്ഷൻ തന്നിട്ടുണ്ട്. അതിന്റെ പ്രകാരം നമ്മൾ ചെക്കിങ് നടത്തിയത്. അല്ല, ഇവിടുന്ന് പോകുന്ന പരാതി ആയിരിക്കുമല്ലോ. അന്നത്തെ മന്ത്രിയുടെ നിർദ്ദേശം അല്ലല്ല, പരാതിയുണ്ട്, നിർദ്ദേശമുണ്ട്, രണ്ടുമുണ്ടല്ലേ. ഗതാഗത സൗകര്യം കുറവുള്ള തോട്ടം മേഖലകളിൽ സർവീസ് നടത്തുന്ന ടാക്സി വാഹനങ്ങൾ തിരഞ്ഞുപിടിച്ച് മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന അന്യായമായ പരിശോധന തങ്ങളുടെ ഉപജീവന മാർഗം വഴിയടയ്ക്കുമെന്നും മൂന്നാറിലെ ടാക്സി തൊഴിലാളികൾ ആരോപിക്കുന്നു. വിഷയത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ടാക്സി തൊഴിലാളികൾ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.